Okay. Sustainable cities. The sustainable city. Being a sustainable city means improving the quality of life in a city, including ecological, cultural, political, institutional, social, and economic components without leaving a burden on future generation. അല്ലെ സസ്റ്റൈനബിൾ സിറ്റി എന്ന് പറയുമ്പോൾ വേർഡിൽ തന്നെ കാര്യങ്ങളുണ്ട് അല്ലെ. സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു സിറ്റി കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവണം? ഇംപ്രൂവിങ് ദ ക്വാളിറ്റി ഓഫ് ദ ലൈഫ് ഇൻ എ സിറ്റി, ഇൻക്ലൂഡിങ് എക്കോളജിക്കൽ, cultural, political, institutional, social and economic components without leaving a burden on future generation. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഇംപ്രൂവ് ചെയ്യുക. എന്ത് ചെയ്യാൻ പാടില്ല? ഫ്യൂച്ചർ ജനറേഷൻ യാതൊരു ബേർഡൻസ് ഉണ്ടാക്കാത്ത തരത്തിൽ ഇത്തരം സിറ്റീസിലുള്ള ഇത്തരം ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യുന്നതിനാണ് എന്തായിട്ട് മീൻ ചെയ്യുന്നത്? സസ്റ്റൈനബിൾ സിറ്റി എന്ന് പറയുന്നത് പറഞ്ഞ് മീൻ ചെയ്യുന്നത്. ഓക്കെ. Then, sustainable community development is the ability to make development choices which respect the relationship between the 3 E's. First one, economy, ecology, and equity. Economy. Economic activity should serve the common good, be self-renewing, and build local assets and self-reliance. The ecology. Humans are part of nature. Nature has limits, and communities are responsible for protecting and building natural assets. Then third E means equity, the opportunity for full participation in all activities, benefits, and decision making of a society. Okay. അപ്പോൾ സസ്റ്റൈനബിൾ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള 3 E's ആണ്. ഫസ്റ്റ് E എന്ന് പറയുന്നത് എക്കോണമി, ദെൻ എക്കോളജി ആൻഡ് ഇക്വിറ്റി. എക്കോണമി എന്ന് പറയുന്നത് എക്കണോമിക്കൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇംപ്രൂവ് ചെയ്യാന്നുള്ളത്. ദെൻ എക്കോളജി മീൻസ് നാച്ചുറൽ ആയിട്ടുള്ള എൻവയോൺമെന്റൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിനെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളത്. ദെൻ എക്വിറ്റി മീൻസ് എല്ലാ പാർട്ടിസിപ്പേഷൻസും, നമ്മുടെ ഒരു സോഷ്യൽ ആയിട്ടുള്ള എല്ലാ പാർട്ടിസിപ്പേഷനും ഈക്വൽ ഓപ്പർച്യൂണിറ്റി എന്നുള്ളതാണ് ഇക്വിറ്റി കൊണ്ട് മീൻ ചെയ്യുന്നത്. ഈ 3 കാര്യങ്ങളും കോയിൻസൈഡ് ചെയ്യുമ്പോഴാണ് ഒരു സസ്റ്റൈനബിൾ സിറ്റി എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആകുന്നത്. ഓക്കെ. ദെൻ ട്രഡീഷണൽ സിറ്റിയും ഇപ്പോഴുള്ള സസ്റ്റൈനബിൾ സിറ്റിയും തമ്മിലുള്ള അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഒരു ഫോളോ അപ്പ് എങ്ങനെയാന്ന് നോക്കാം. ട്രഡീഷണൽ സിറ്റി, കണ്ടംപററി പാറ്റേൺ ഓഫ് വേൾഡ് അർബനൈസേഷൻ ഇറ്റ് ഈസ് ഈക്വൽ ടു അൺസസ്റ്റൈനബിൾ. അപ്പൊ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സിറ്റി നമ്മൾ ഫോളോ ചെയ്ത് വരുന്ന, ട്രഡീഷണൽ ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു സിറ്റി എന്ന് പറയുന്നത് അൺസസ്റ്റൈനബിൾ ആയിട്ടുള്ള സിറ്റി ആയിരിക്കും. ദെൻ സസ്റ്റൈനബിൾ കമ്മ്യൂണിറ്റി, മിനിമം എക്കോളജിക്കൽ ഡിസ്ട്രപ്ഷൻ, പ്രാക്ടീസ് കോൺസർവേഷൻ, ദെൻ മെയിൻറ്റെയിൻ എ കോൺസ്റ്റന്റ് പോപ്പുലേഷൻ. സസ്റ്റൈനബിൾ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് മിനിമം എക്കോളജിക്കൽ ഡിസ്ട്രപ്ഷൻസ് ഉണ്ടാകും അല്ലെ. ചില എക്കോളജിക്കൽ ഡിസ്ട്രപ്ഷൻസ് ഉണ്ടാകും, കുറച്ച് മിനിമം ആയിട്ടുള്ള എക്കോളജിക്കൽ ഡിസ്ട്രപ്ഷൻസ് ആയിരിക്കും ഉണ്ടാകുക. പ്രാക്ടീസ് കോൺസർവേഷൻ, അതായത് കൺസർവേഷൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന അത്തരത്തിലുള്ള ഒരു മെത്തേഡ് ആയിരിക്കും ഉണ്ടാകുന്നത്. മെയിൻറ്റെയിൻ എ കോൺസ്റ്റന്റ് പോപ്പുലേഷൻ, ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള പോപ്പുലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് സസ്റ്റൈനബിൾ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. പിന്നെ അതിൽ നിന്നാണ് ഇതിലേക്ക് വരുന്നത് പിന്നെ സിറ്റി എന്നുള്ള കൺസെപ്റ്റിലേക്ക് വരുന്നത്. ഇപ്പൊ ട്രഡീഷണൽ ആയിട്ടുള്ള സിറ്റിയിൽ നിന്ന് എന്തിലേക്കാണ് ട്രാൻസ്ഫോം ചെയ്തിട്ടുള്ളത്? സസ്റ്റൈനബിൾ കമ്മ്യൂണിറ്റിയിലേക്ക് ട്രാൻസ്ഫോം ചെയ്തു. പിന്നെ അതാണ് സസ്റ്റൈനബിൾ സിറ്റിയിലേക്ക് ട്രാൻസ്ഫോം ചെയ്തത്. ഓക്കെ. And what is a sustainable city? A sustainable city enhances the economic, social, cultural, and environmental well-being of current and future generations. Sustainable cities, sometimes known as ecological or eco-cities, are settlements designed to have as little impacts on the environment as possible. അപ്പൊ എന്താണ്ടാവും? സസ്റ്റൈനബിൾ സിറ്റി എന്ന് പറയുന്നത് എക്കോളജിക്കൽ, അതായത് എൻവയോൺമെന്റിന്റെ ചെറിയ ഇമ്പാക്ട് മാത്രം, നെഗറ്റീവ് ആയിട്ടുള്ള എത്ര മിനിമൈസ് ചെയ്യാൻ പറ്റുമോ അത്ര ഇമ്പാക്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം പോസിറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്ട്സ് മാത്രമാണ് സിറ്റി എൻവയോൺമെന്റിന് കൊടുക്കുന്നത്. Okay, these can be pre-existing cities that feature management directed towards reducing the inputs of energy, water and food, and reducing the output of heat, water and air pollution, or they can be cities designed from scratch with these concerns in mind.
സിറ്റീസ് എന്ന് പറയുന്നത്, ഈ സസ്റ്റൈനബിൾ സിറ്റി എന്ന് പറയുന്നത് നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള സിറ്റീനെ നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, ട്രാൻസ്ഫോം ചെയ്തെടുക്കുന്നതാണ്. എങ്ങനെയൊക്കെ ട്രാൻസ്ഫോം ചെയ്തെടുക്കാം? അതായത് നമ്മുടെ അതിലുള്ള ഇൻപുട്സ് ഒക്കെ, നമ്മൾ അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻപുട്സ് ഒക്കെ എന്ത് ചെയ്യുക, അതിന്റെ എനർജി കൺസംഷൻസ് കുറച്ചുകൊണ്ടും അതിന്റെ എനർജി എഫിഷ്യൻസി കൂട്ടിക്കൊണ്ടും, എനർജി കൺസംഷൻ കുറയ്ക്കുക, എഫിഷ്യൻസി കൂട്ടുക, അല്ലെ? റിസോഴ്സ് കൺസംഷൻ കുറയ്ക്കുക, എഫിഷ്യൻസി കൂട്ടുക. പിന്നെ നമ്മൾ മെയിൻ ആയിട്ടുള്ള ഔട്ട്പുട്ടിന്റെ കാര്യം ശ്രദ്ധിക്കുമ്പോൾ എന്തൊക്കെയാ വേണ്ടത്? ഇതുപോലുള്ള water and food and reducing the output of heat, water and air pollution. output of heat produce ചെയ്യുന്നത് കുറയ്ക്കുക. then water, air pollution ഒക്കെ മിനിമൈസ് ചെയ്യുക. or they can be cities designed from scratch with these concernment. അപ്പൊ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകുന്ന, അതായത് പൊല്യൂഷൻസ് ഒക്കെ കുറച്ചുകൊണ്ട് വേസ്റ്റ് മാനേജ്മെന്റ് ഒക്കെ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ നടത്തിക്കൊണ്ട് ഫോളോ ചെയ്യുന്ന, നമുക്ക് പണ്ടുണ്ടായിരുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള സിറ്റീനെ അത്തരത്തിൽ ട്രാൻസ്ഫോം ചെയ്തെടുക്കുന്നതിനാണ് എന്ത് പറയാ, സസ്റ്റൈനബിൾ സിറ്റി എന്ന് പറയുന്നത്. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഇൻപുട്സ് എന്ന് പറയുന്നത് അതിന്റെ എനർജി കൺസംഷൻസ് കുറയ്ക്കുക, വേസ്റ്റ് മാനേജ്മെന്റ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ള രീതിയിൽ ആ 2 ടാർഗറ്റ്സ് വെച്ചുകൊണ്ട് നമ്മുടെ പഴയൊരു സിറ്റീനെ എന്തായിട്ട് മാറ്റുക, സസ്റ്റൈനബിൾ ആയിട്ടുള്ള സിറ്റിയിലേക്ക് ട്രാൻസ്ഫോം ചെയ്തെടുക്കുക എന്നുള്ളത്. ഓക്കെ. then characteristics of sustainable cities. First one, a controlled population for whom adequate meaningful employment is available. അല്ലെ, എന്തൊക്കെ ഒരു സസ്റ്റൈനബിൾ സിറ്റി ഉണ്ടായി കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് അതിന്റെ അച്ചീവ്മെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. എ കൺട്രോൾഡ് പോപ്പുലേഷൻ ഫോർ ഹോം ആഡ്വക്കേറ്റ് മീനിങ് എംപ്ലോയ്മെന്റ് ഈസ് അവൈലബിൾ. അതായത് ഒരു കൺട്രോൾഡ് പോപ്പുലേഷൻ ഉണ്ടാവും, അതായത് ആഡ്വക്കേറ്റ്, ഒരു പ്രോപ്പർ ആയിട്ടുള്ള മീനിങ് ആയിട്ടുള്ള എംപ്ലോയ്മെന്റ്, തൊഴിലവസരം കിട്ടത്തക്ക വിധത്തിലുള്ള ഒരു കൺട്രോൾഡ് പോപ്പുലേഷൻ നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് സസ്റ്റൈനബിൾ സിറ്റിക്ക് പറ്റും. then adequate governance setup which can meet the needs of the populace and ensure civic responsibilities, community participation, a sense of identity, transparency and equity in local institutions. എന്ത് ചെയ്യാൻ പറ്റും? അതായത് സിവിക് റെസ്പോൺസിബിലിറ്റീസ്, അത് നമ്മുടെ സൗകര്യങ്ങളൊക്കെ എല്ലാം കൂടെ ഒത്തുചേർന്ന് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻസ് ഒക്കെ ഉള്ള ഒരു ഗവേണൻസ് സെറ്റപ്പ് ചെയ്യാനായിട്ട്, ഒരു മികച്ച ഗവൺമെന്റ്, ഒരു അഡ്വക്കേറ്റ് ആയിട്ടുള്ള ഗവേണൻസ്, ഒരു ഭരണം നമുക്ക് സെറ്റപ്പ് ചെയ്യാനായിട്ട് സസ്റ്റൈനബിൾ സിറ്റിയിലൂടെ കഴിയും. then planned housing colonies with adequate infrastructure like schools, parks, drainage system, local medical establishments. അപ്പം ഇങ്ങനെയുള്ള ഹൗസിംഗ് കോളനീസ് ഒക്കെ അല്ലെ, നമുക്കൊരു സസ്റ്റൈനബിൾ സിറ്റീസിലുള്ള ഹൗസിംഗ് കോളനീസ് ഒക്കെ എന്താ ഉണ്ടാവും? വിത്ത് ആഡ്വക്കേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ആയിരിക്കും അല്ലെ, പ്രോപ്പർ ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാവും. എന്തൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്? ഒരു ഹൗസിംഗ് കോളനി ആണെങ്കിൽ അവർക്ക് എന്താ പ്രോപ്പർ ആയിട്ടുള്ള സ്കൂളിങ്സിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാകും, പ്രോപ്പർ ആയിട്ടുള്ള പാർക്കിംഗ് ഏരിയ ഉണ്ടാകും, ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ടാകും, ലോക്കൽ മെഡിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ്സ്, മെഡിക്കൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാകും അല്ലെ, അതായത് ഹെൽത്ത് കെയറിനുള്ള എല്ലാ പ്രോപ്പർ ആയിട്ടുള്ള സൗകര്യങ്ങളും ഉണ്ടാകും. അങ്ങനെ ഒരു ഹൗസിംഗ് കോളനി ആയിരിക്കും ഒരു പ്ലാൻ ചെയ്യുന്നുണ്ടാവുക, ഒരു സസ്റ്റൈനബിൾ സിറ്റിയിൽ ഇൻവോൾവ് ആകുന്നത്. then efficient basic civic amenities for a reasonable comfortable existence. അപ്പൊ ഇതുപോലെയുള്ള സൗകര്യങ്ങളൊക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഏരിയ അങ്ങനെയായിരിക്കും സസ്റ്റൈനബിൾ സിറ്റിയിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാകുക. Then effective environmental infrastructure to address the issues of untreated sewage and waste polluting rivers, lakes and coastal zones. അപ്പം എല്ലാം ഇതൊക്കെ നല്ല നമ്മുടെ, അതായത് എൻവയോൺമെന്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള പരിസ്ഥിതി പ്രശ്നങ്ങളൊക്കെ, ഈ എൻവയോൺമെന്റൽ ഇഷ്യൂസ് ഒക്കെ നല്ല പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ മാനേജ് ചെയ്യാനും എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ മാനേജ് ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു സസ്റ്റൈനബിൾ സിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ. ഓക്കെ. Then empowerment of women and encouraging their participation in the political, social and economic life of a city, and adoption of urban policies that take into account women's needs and initiatives. അപ്പൊ എന്തൊക്കെയാ നമ്മുടെ സ്ത്രീകളുടെ ശാക്തീകരണത്തിനൊക്കെ അല്ലെ, ഒരു സസ്റ്റൈനബിൾ സിറ്റിയിൽ നിന്നും നമുക്കൊരു സ്ത്രീ ശാക്തീകരണത്തിനും നമ്മുടെ സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻസ് ഒക്കെ, സോഷ്യൽ ആയിട്ടുള്ള എക്കണോമിക്കൽ ആയിട്ടുള്ള ഒരു പാർട്ടിസിപ്പേഷൻസ് ഒക്കെ, അതിൻ്റെയൊക്കെ ഇനിഷ്യേറ്റീവ് കൂടുതലായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സസ്റ്റൈനബിൾ സിറ്റിയിലൂടെ മോൾഡ് ചെയ്തെടുക്കാനും, ഒരു സ്ത്രീയെ മോൾഡ് ചെയ്തെടുക്കാനും, അവരുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചും അവരുടെ ഒരു പാർട്ടിസിപ്പേഷൻ, ഒരു സോഷ്യൽ ആയിട്ടുള്ള ഒരു പാർട്ടിസിപ്പേഷൻസ് ഒക്കെ ഇൻവോൾവ് ആവാനൊക്കെ ഒരു സസ്റ്റൈനബിൾ സിറ്റിയിലൂടെ പറ്റുന്നതാണ് അല്ലെ. സസ്റ്റൈനബിൾ സിറ്റിയിലുള്ള അല്ലെ വിമൻ എന്തുണ്ടാകും, അവർക്കൊരു എന്താ നല്ല മികച്ച തരത്തിലുള്ള സോഷ്യൽ ആയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസിലും അവർക്ക് പങ്കെടുക്കാനും അവരുടെ ഒരു സാന്നിധ്യം ഇവിടെ അറിയിക്കാനൊക്കെ പറ്റും. ഓക്കെ അല്ലെ, ഒരു റൂറൽ ഏരിയനെ അപേക്ഷിച്ചും ഒരു സസ്റ്റൈനബിൾ സിറ്റിയിൽ നിന്നും ഒരു വുമൻ എംപവർമെന്റ് നമുക്ക് സാധിച്ചെടുക്കാനായിട്ട് പറ്റും. Then an efficient healthcare system which would also address issues of nutrition, family planning and sanitation.
Then a mechanism in the form of a policy initiative for industrial disposal to satellite township where better employment opportunities are created. Employment opportunities ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. Then development of an efficient urban private sector, both formal and non-formal, which reduces poverty by generating jobs and helping in economic growth. അല്ലെ? അപ്പൊ ഒഫീഷ്യൽ ആയിട്ടുള്ളതായാലും നോൺ ഫോമൽ ആയാലും, അതായത് ഫോമൽ ആയിട്ടുള്ള നോൺ ഫോമൽ ആയിട്ടുള്ള രീതിയിലുള്ള എന്ത് ചെയ്യുന്നത്, നമുക്കൊരു എക്കണോമിക് ഗ്രോത്ത് നമുക്ക് എന്ത് ചെയ്യാൻ ജനറേറ്റ് ചെയ്തെടുക്കാനായിട്ട് ഒരു സസ്റ്റൈനബിൾ സിറ്റിയിലൂടെ നമുക്ക് കഴിയും. ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള എക്കണോമിക് ഗ്രോത്ത് നമുക്ക് ഫോം ചെയ്തെടുക്കാനായിട്ട്, ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. More sustainable features and less sustainable features. Compact forms of residential development is a more sustainable. Then mixed land use, homes, jobs and shopping in the, അതായത് കോമ്പാക്ട് ഫോം ഓഫ് റെസിഡൻഷ്യൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണെങ്കിൽ അതൊരു കോമ്പാക്ട് ആയിട്ടുള്ള രീതിയിലായിരിക്കും ഉണ്ടാവുന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പൊ ഒരു റെസിഡൻഷ്യൽ ഏരിയയുടെ ഒരു ഫ്ലാറ്റ് ആണെങ്കിൽ അതിന് തൊട്ട് സ്ഥലത്ത് തന്നെ ഒരു അതിനാവശ്യമായിട്ടുള്ള വാണിജ്യാടിസ്ഥാനത്തിനുള്ള ഷോപ്പ്, ഒരു ഹോസ്പിറ്റൽ, അങ്ങനെയുള്ള ഒരു ലാൻഡ് ക്രിയേഷൻ ആണ്, ഒരു ലാൻഡ്സ്കേപ്പ് ആണ് ഉള്ളതെങ്കിൽ അതിനെയാണ് കോമ്പാക്ട് ഫോം ഓഫ് റെസിഡൻഷ്യൽ എന്ന് പറയുന്നത്. ആ ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് വിച്ച് ഈസ് മോർ സസ്റ്റൈനബിൾ. മിക്സഡ് ലാൻഡ് യൂസ്, ഹോംസ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹോംസ്, ജോബ്സ് ആൻഡ് ഷോപ്പിംഗ് ഇൻ ക്ലോസ് പ്രോക്സിമിറ്റി. അപ്പം എല്ലാം ഒരു മിക്സഡ് ലാൻഡ് യൂസ് ആണെങ്കിലും അതെന്ന് പറയുന്നത് മോർ സസ്റ്റൈനബിൾ ആണ്. എംപ്ലോയ്മെന്റ് ബേസ്ഡ് പ്രൈമർലി ഓൺ എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽസ്, ഒരു തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം അല്ലെ, അങ്ങനെയുള്ളതാണെങ്കിലും വിച്ച് ഈസ് മോർ സസ്റ്റൈനബിൾ. ദെൻ മൂവ്മെന്റ് ഓൺ ഫുഡ് ആൻഡ് ബൈ ബൈസിക്കിൾ ആൻഡ് ട്രാൻസിറ്റ്, നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പബ്ലിക് വെഹിക്കിൾസ് അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻസ് അല്ലെങ്കിൽ ബൈസിക്കിളോ അല്ലെങ്കിൽ ഫുഡ് പാസ് അല്ലെ, നമ്മൾ കാൽനടയായിട്ട് യാത്ര ചെയ്യുന്നതൊക്കെ എന്ത് ചെയ്യും, അത് മോർ സസ്റ്റൈനബിൾ ആണ്. ദെൻ വിൻഡ് ആൻഡ് സോളാർ എനർജി, യൂസിങ് വിൻഡ് ആൻഡ് സോളാർ എനർജി ഈസ് മോർ സസ്റ്റൈനബിൾ. ലെസ് സസ്റ്റൈനബിൾ ആയിട്ട് പറയുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ലോ ഡെൻസിറ്റി സ്പ്രെഡ് ഔട്ട് റെസിഡൻഷ്യൽ ഡെവലപ്മെന്റ്, അതായത് കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ, പക്ഷെ എന്താ കുറേ അപ്പാർട്ട്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെ, അതിനുവേണ്ടി കുറേ ബിൽഡിങ്സ് ഒക്കെ, കുറച്ച് ആളുകൾ മാത്രം കുറേ ബിൽഡിങ്സ് ഒക്കെ, അതെന്ന് പറയുന്നത് എന്താ, ലെസ് സസ്റ്റൈനബിൾ ആണ്. ലെസ് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതായത് കുറച്ച് ആളുകൾ മാത്രം താമസിക്കുന്നു, അവിടുന്ന് കൂടുതലായിട്ടുള്ള ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അവിടുന്ന് കൂടുതലായിട്ടുള്ള ഇതുപോലത്തെ ഗ്യാസസ് ഒക്കെ എമിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, അതൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അതുപോലെയുള്ള പല കാര്യങ്ങളും, പല ഇഷ്യൂസ് ഉണ്ടാക്കാം, അതൊക്കെ ലെസ് സസ്റ്റൈനബിൾ ആണ്. ദെൻ സെഗ്രിഗേഷൻ ഓഫ് ലാൻഡ് യൂസ്, ഹോംസ്, ജോബ്സ് ആൻഡ് ഷോപ്പിംഗ് സെപ്പറേറ്റഡ് ഇൻ യൂണിഫോം ട്രാക്സ് ഓർ കോൺസെൻട്രേഷൻ. അപ്പം ഇതുപോലെ തന്നെ ഒരു അറേഞ്ച്മെന്റ്, ഒരു ലാൻഡ് അറേഞ്ച്മെന്റ് ശരിയായ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ ഇല്ല എങ്കിൽ, ലാൻഡ് യൂസ് ഇപ്പൊ കുറേ ഹോംസ്, അത് കഴിഞ്ഞ് കുറേ ദൂരത്തില് എന്താ പറയാ ഷോപ്പിംഗ് കോംപ്ലക്സും അതിന്റെ നമ്മള് വർക്ക് ചെയ്യുന്ന പ്ലേസ് ഒക്കെ കുറേ ദൂരത്തിലൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളും ലെസ് സസ്റ്റൈനബിൾ ആണെന്ന് പറയാം. ഓക്കെ. ദെൻ എംപ്ലോയ്മെന്റ് ബേസ്ഡ് പ്രൈമർലി ഓൺ എൻവയോൺമെന്റ് പൊള്യൂട്ടിംഗ് ഓർ നോൺ റിന്യൂവബിൾ റിസോഴ്സസ് ബേസ്ഡ് ഇൻഡസ്ട്രി. അപ്പൊ നമ്മൾ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്, നമ്മുടെ തൊഴിൽ എന്ന് പറയുന്നത് എൻവയോൺമെന്റ് പൊള്യൂട്ടിംഗ് അല്ലെങ്കിൽ നോൺ റിന്യൂവബിൾ റിസോഴ്സസ് യൂസ് ചെയ്തിട്ടാണെങ്കിൽ, നമ്മുടെ ആ ഒരു അതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മുടെ ജോബ് എന്നുണ്ടെങ്കിൽ അതും എന്താ പറയാ, ലെസ് സസ്റ്റൈനബിൾ ആണ്. ദെൻ ഹെവി ഡിപെൻഡൻസ് ഓൺ പ്രൈവറ്റ് കാർസ്, പ്രൈവറ്റ് ട്രാൻസ്പോർട്ടേഷൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതും ലെസ് സസ്റ്റൈനബിൾ ആണ്. ദെൻ യൂസ് ഓഫ് തെർമൽ ആൻഡ് ന്യൂക്ലിയർ എനർജി, അതായത് കൺവെൻഷണൽ എനർജി സോഴ്സസ് യൂസ് ചെയ്യുന്നതും ലെസ് സസ്റ്റൈനബിൾ ആണ്. Then tertiary treatment of sewage, use of natural means of sewage treatment, proper ആയിട്ടുള്ള രീതിയിലുള്ള sewage treatment എന്ന് പറയുന്നത് more sustainable ആണ്. Then protection and use of natural hydraulic system, ഹൈഡ്രോലോജിക് സിസ്റ്റം. അപ്പം വാട്ടറിനെ സംബന്ധിച്ച് വാട്ടറുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ സംരക്ഷിക്കുക എന്നുള്ളത് മോർ സസ്റ്റൈനബിൾ ആണ്. ദ നാച്ചുറൽ ഓപ്പൺ സ്പേസ് പ്രൊട്ടക്ഷൻ ഓഫ് വെറ്റ്ലാൻഡ്സ്, വുഡ്ലാൻഡ്സ്, സ്ട്രീം വാലീസ്, ഹാബിറ്റാറ്റ്സ് എക്സെട്ര, യൂസ് ഓഫ് മാനുവർ, കമ്പോസ്റ്റ്, ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് എക്സെട്ര, ഇതൊക്കെ എന്ന് പറയുന്നത് മോർ സസ്റ്റൈനബിൾ ആണ് അല്ലെ. ശരിയായ രീതിയിലുള്ള ഇങ്ങനെയുള്ള പെസ്റ്റിസൈഡ്സും നാച്ചുറൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ശരിയായ രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യാന്ന് പറയുന്നതും മോർ സസ്റ്റൈനബിൾ ആണ്. ദെൻ റിഡക്ഷൻ ഓഫ് വേസ്റ്റ്, റിക്കവറി, റീയൂസ് ആൻഡ് റീസൈക്ലിംഗ് ഓഫ് വേസ്റ്റ് മെറ്റീരിയൽസ് ആർ മോർ സസ്റ്റൈനബിൾ. ദെൻ ലെസ് സസ്റ്റൈനബിൾ
discharge of sewage into water bodies or water courses untreated or with low level treatment അല്ലെ സ്യൂവേജസ് ഒക്കെ നമ്മൾ വാട്ടർ ബോഡീസിലൊക്കെ വലിച്ചെറിയുക എന്നുള്ളതൊക്കെ ലെസ് സസ്റ്റൈനബിൾ ആണ്. അത് പൊള്യൂട്ടിംഗ് ആണ് അല്ലെ, അതുകൊണ്ട് തന്നെ ലെസ് സസ്റ്റൈനബിൾ ആണ്. ദെൻ ഹാർഡ് സർഫസ് പ്രിവെന്റിംഗ് ഇൻഫിൽട്രേഷൻ ചാനലിംഗ് നാച്ചുറൽ വാട്ടർ സോഴ്സസ്. അപ്പോൾ വാട്ടർ സോഴ്സസ് ഒന്നും പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യാതിരിക്കുന്നതൊക്കെ ലെസ് സസ്റ്റൈനബിൾ ആണ്. ദെൻ ഡിസ്ട്രക്ഷൻ ഓഫ് നാച്ചുറൽ ലാൻഡ്സ്കേപ്പ്, മാനിക്യൂർഡ് parkland with exotic species, heavy use of chemical fertilizers, herbicides and pesticides. അപ്പം ഇതുപോലെയുള്ള കെമിക്കൽസ് ഒക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുക, ഫെർട്ടിലൈസേഴ്സ് ഒക്കെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതും ലെസ് സസ്റ്റൈനബിൾ ആണ്. ദെൻ ലാൻഡ് ഫിൽസ് ആൻഡ് ഇൻസിനറേറ്റേഴ്സ് ആർ ലെസ് സസ്റ്റൈനബിൾ. ഓക്കെ, എക്സാമ്പിൾസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സിറ്റീസ്. അപ്പോൾ ഇപ്പൊ ഇന്ന് നമ്മുടെ വേൾഡിൽ സസ്റ്റൈനബിൾ ഡെവലപ്ഡ് ആയിട്ടുള്ള കുറച്ച് സിറ്റീസിനെ പരിചയപ്പെടാം. അത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വാഹുബാൻ, ഫ്രീബർഗ്, ജർമ്മനിയിൽ വാഹുബാൻ എന്ന് പറയുന്ന ഒരു സിറ്റിയാണ്. വാഹുബാൻ ഈസ് എ ന്യൂ നെയ്ബർഹുഡ് ഓഫ് 5,000 inhabitants and 600 jobs, 4 kilometers to the south of the town center in the Freiburg, Germany. It was built as a sustainable model district on the site of a former French military base and is named after Sebastian Le Presture de Vauban, the 17th century French marshal who built fortifications in Freiburg while the region was under French rule. അപ്പോൾ പണ്ട് വാഹുബാൻ എന്ന് പറയുന്ന ഒരാളുടെ നേതൃത്വത്തിൽ നടന്ന ഇതായതുകൊണ്ടാണ് ഈ സിറ്റിക്ക് എന്ത് പേര് വന്നത്, വാഹുബാൻ എന്നുള്ള പേര് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ജസ്റ്റ് ഏത് എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്ത് എഴുതാൻ പറ്റും. ജർമ്മനിയിലുള്ള വാഹുബാൻ സിറ്റി ഈസ് ആൻ എക്സാമ്പിൾ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സിറ്റി. Then construction was begun in the mid of 1996. ആ ഒരു സിറ്റിയുടെ കൺസ്ട്രക്ഷൻ നടന്നത് 1990s ഒരു മിഡിൽ ഒരു ടൈമിലാണ്. Then and by the beginning of 2001 and 2000 people had moved in. ഇതാണ് വാഹുബാൻ എന്ന് പറഞ്ഞ സിറ്റി. ഏകദേശം അതിന്റെ പിക്ചർ ഇങ്ങനെയാണ് കേട്ടോ. കണ്ട ഗ്രീൻ ഒരു നമുക്കൊരു സസ്റ്റൈനബിൾ അർബനൈസേഷൻ അല്ലെങ്കിൽ സസ്റ്റൈനബിൾ സിറ്റി എന്ന് പറയുന്നതാണ്. ഫുൾ ആയിട്ട് ഗ്രീനിഷ് ആയിട്ടുള്ളതാണ് അല്ലെ, ചുറ്റുപാടും നല്ല ഗ്രീനിഷ് ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടുള്ള എയർ സർക്കുലേഷൻസ് ഒക്കെ ഉണ്ടാകും. കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻസ് ഒക്കെ കുറവായിരിക്കും. പിന്നെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള മാനേജ്മെന്റ് അല്ലെ, പ്രോപ്പർ ആയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഓരോ ബിൽഡിംഗ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, പിന്നെ അതുപോലെ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ എന്താ പറയാ, കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന അല്ലെ ബിൽഡിങ്സിന്റെ കൺസ്ട്രക്ഷൻസ് നമുക്ക് നോക്കാൻ പറ്റും. അപ്പൊ ഇതാണ് ഒരു വാഹുബാൻ സിറ്റിയുടെ ഒരു എന്താ പറയാ ഒരു ജസ്റ്റ് ഒരു വ്യൂ. വാഹുബാൻ ഫ്രീബർഗ്, Germany. Okay. Then another city in Canada, Calgary city in Canada. Calgary is a city in the province of Alberta, Canada. Canada city Calgary, which is also an example for sustainable city. Okay, it is located in the south of the province in an area of foothills and prairie, approximately 8 kilometers east of the Front Ranges of the Canadian Rockies. The city is located in the grassland region of Alberta. In 2006, the city of Calgary had a population of 988,193, making it the third largest municipality in the country and largest in Alberta. The entire metropolitan area had a 2006 population of 10,79,310, making it the fifth largest census metropolitan area in Canada. In 2009, Calgary's metropolitan population was estimated at 12,30,248, raising its rank to fourth largest metropolitan city in Canada. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഓരോ റേഞ്ചാണ് പറയുന്നത്. ഓരോ വർഷം കൂടുന്നതിന് അതിന്റെ പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. 2006 മുതൽ 2009 വരെയുള്ളപ്പോൾ പോപ്പുലേഷൻ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കാൽഗറിയിലെ. ലൊക്കേറ്റഡ് 294 kilometers south of Edmonton, Statistics Canada defines the narrowly populated area between these cities as the Calgary-Edmonton corridor.
ഇതൊക്കെ ജനറൽ അവയർനെസ് പറയുന്നുള്ളൂ. നിങ്ങൾ ജസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒന്ന് ഓർത്ത് വെക്കുക. ഏതൊക്കെയാ? വാഹുബാൻ സിറ്റി ഇൻ ജർമ്മനി ആൻഡ് കാൽഗറി സിറ്റി ഇൻ കാനഡ. അത് രണ്ടും ഏതാണ്? എക്സാമ്പിൾസ് ഓഫ് സസ്റ്റൈനബിൾ സിറ്റീസ് ആണ്. നമ്മുടെ വേൾഡിലെ 2 സിറ്റീസ് ആണ് സസ്റ്റൈനബിൾ സിറ്റീസിന് എക്സാമ്പിൾ. കാൽഗറി, കാനഡയിലെ കാൽഗറി എന്ന് പറയുന്ന സിറ്റിയുടെ ഒരു വ്യൂ ആണ് കാണിക്കുന്നത്. Okay. Then general characteristics of the cities. The city is large in physical area consisting of an inner city surrounded by communities of various density. ഈ സിറ്റി എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ആയിട്ടുള്ള വലിയ ലാർജ് ആയിട്ടുള്ള ഫിസിക്കൽ ഏരിയ ഉണ്ട്, കൺസിസ്റ്റിംഗ് ഓഫ് ആൻ ഇന്നർ സിറ്റി സറൗണ്ടഡ് ബൈ കമ്മ്യൂണിറ്റീസ് ഓഫ് വേരിയസ് ഡെൻസിറ്റി. അപ്പൊ പല തരത്തിലുള്ള കമ്മ്യൂണിറ്റീസിന്റെ ഒരു ആൾക്കാർ, മൊത്തമായിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന ഒരു ഏരിയ. അതിന്റെ ഇന്നർ ആയിട്ടൊരു സിറ്റിയും കൂടി ഉണ്ട്. അൺലൈക്ക് മോസ്റ്റ് സിറ്റീസ് വിത്ത് എ സൈസബിൾ മെട്രോപൊളിറ്റൻ ഏരിയ, മോസ്റ്റ് ഓഫ് ദ കാൽഗറി suburbs are incorporated into the city proper. Calgary maintains a major streets network and a freeway system. Much of the system is on a grid where roads are numbered with avenues running east west and streets running north south. Okay, roads is predominantly residential areas as well as freeways and expressways do not generally conform to the grid and are usually not numbered as a result. അപ്പൊ അതിന്റെ റോഡ്സ് ഒക്കെ, ആ ഒരു കാൽഗറി എന്ന് പറയുന്ന സിറ്റിയിലുള്ള റോഡ്സ് ഒക്കെ നല്ല പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ, നീറ്റ് ആയിട്ടുള്ള രീതിയിൽ, പല രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ആ ഒരു കാൽഗറി എന്ന് പറഞ്ഞ പേര് ഓർത്ത് വെക്കുക കേട്ടോ. കാനഡയിലുള്ള അതിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നത് മാത്രം. Then, however, it is a developer and city convention in Calgary that non-numbered streets within a new community have the same name prefix as the community itself, so that streets can more easily be located within the city. അപ്പോൾ ഓരോന്നിനും ഓരോ സിറ്റിക്ക് അകത്തുള്ള ഓരോ സ്ട്രീറ്റ്സും എന്താ ഇതിന് നമ്പർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ നമ്പറിങ് ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓരോ സിറ്റീസും ഓരോ സിറ്റി, ഈ കാൽഗറി എന്ന് പറഞ്ഞ സിറ്റിയിലുള്ള ഓരോ സ്ട്രീറ്റ്സും നമുക്ക് പെട്ടെന്ന് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ നമ്പറിങ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ റോഡ്സും അതുപോലെ തന്നെ നമ്പറിങ് ചെയ്തിട്ടുണ്ട്, അപ്പൊ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. Then Calgary Transit provides public transportation service throughout the city with buses and light rails. Calgary's rail system, known as the C train, was one of the first such a system in North America. കാൽഗറി എന്ന് പറയുന്നതിൽ കൂടുതലായിട്ടും പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബസ്സസും ലൈറ്റ് റെയിൽസും ആണ് കൂടുതലായിട്ടും പ്രൊവൈഡ് ചെയ്യുന്നത്. കാൽഗറിയിൽ ലൈറ്റ് റെയിലിന് പറയുന്ന പേരാണ് സീ ട്രെയിൻ എന്ന് പറയുന്നത്. വിച്ച് ഇസ് ദ ഫസ്റ്റ് സച്ച് സിസ്റ്റം ഇൻ നോർത്ത് അമേരിക്ക. നോർത്ത് അമേരിക്കയിൽ നിന്ന് അങ്ങനെയുള്ള ഫസ്റ്റ് സിസ്റ്റം ആണ് കാൽഗറിയിലുള്ള ഈ സീ ട്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ അർബൻ ലാൻഡ് യൂസ് പ്ലാനിംഗ് ആൻഡ് കൺട്രോൾ. അപ്പം അർബൻ ലാൻഡ് യൂസ് പ്ലാനിംഗ് ആൻഡ് കൺട്രോൾ വിച്ച് ഇൻക്ലൂഡ്സ് ലിമിറ്റ്സ് ആൻഡ് റെഗുലേഷൻസ്, സോണിംഗ്, പ്ലാനിംഗ്, പ്രൊട്ടക്ഷൻ, ടാക്സസ്, ടാക്സ് ബ്രേക്സ്, റിവിറ്റലൈസേഷൻ ആൻഡ് ന്യൂ ഗ്രോത്ത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒരു അർബൻ ലാൻഡ് യൂസ് പ്ലാനിങ്ങിൽ ഇൻവോൾവ് ആകുന്നത്. ഇത്രയും ഫാക്ടേഴ്സ് ആണ് ഇൻവോൾവ് ആകുന്നത്. ലിമിറ്റ്സ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാകും, സോണിംഗ് ഉണ്ടാകും, പ്ലാനിംഗ്, പ്രൊട്ടക്ഷൻ, ടാക്സസ്, ടാക്സ് ബ്രേക്സ്, റിവിറ്റലൈസേഷൻ ആൻഡ് ന്യൂ ഗ്രോത്ത്. Okay, then the first one is limit and regulation, which involves limit building permits, urban growth, green belt around cities, public review of new development. Then zoning involved encourage mixed use, concentrate development along mass transportation routes, promote high density cluster housing developments. Then protection involves preserve existing open space, buy new open space, buy development rights that prohibit certain types of development on land parcels. Then taxes includes tax land, not buildings. Then tax land on value of actual use instead of highest value as developed lands. അപ്പോൾ നമ്മൾ പറഞ്ഞ ഇത്രയും ഫാക്ടേഴ്സ് അർബൻ ലാൻഡ് യൂസ് പ്ലാനിങ്ങിലുള്ള ഇത്രയും ഫാക്ടേഴ്സിൽ, അതിൽ ഓരോ ഫാക്ടേഴ്സിലും എന്തൊക്കെ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഓരോ കാര്യങ്ങൾ, ഒരു സസ്റ്റൈനബിൾ സിറ്റി എന്ന് പറയുമ്പം അതിന് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പൊ അതിൽ ലിമിറ്റ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാകും, അതിലുള്ള ഓരോ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ സോണിംഗ് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ ഇൻവോൾവ് ആകുന്നു എന്നുള്ളത്, പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ ടാക്സ് എന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെയാണ് അതിൽ ഇൻവോൾവ് ആകുന്നത്
ഉള്ളതാണ് പറയുന്നത്. അതർ പ്രോബ്ലംസ്, എയർ ഓൺ വാട്ടർ പൊല്യൂഷൻ, വേസ്റ്റ് മാനേജ്മെന്റ് അല്ലെ, പ്രോപ്പർ ആയിട്ടുള്ള അതൊക്കെ മാനേജ് ചെയ്യണം. നമ്മളൊരു സസ്റ്റൈനബിൾ സിറ്റി കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങൾ, എയർ ആൻഡ് വാട്ടർ പൊല്യൂഷൻ അതൊക്കെ മിനിമൈസ് ചെയ്യാൻ, റെഡ്യൂസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം. റിഡക്ഷൻ ഇൻ വെജിറ്റേഷൻ, importation of food, energy and materials, then noise pollution, climate impacts, urban heat islands, and impacts on surrounding rural areas. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പിന്നീട് വരുന്ന പ്രോബ്ലംസ് അല്ലെ. നമ്മൾ സസ്റ്റൈനബിൾ സിറ്റീസ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുമ്പോൾ, സസ്റ്റൈനബിൾ സിറ്റി അത് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ, കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു രീതിയിലേക്ക് നമ്മളെ ട്രഡീഷണൽ സിറ്റീനെ ട്രാൻസ്ഫോം ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതലായിട്ട് നമ്മൾ ഓവർകം ചെയ്യേണ്ട കുറച്ച് പ്രോബ്ലംസ് ആണ് അല്ലെ. എക്സിസ്റ്റ് ചെയ്യുന്ന പ്രോബ്ലംസ് നമ്മൾ കുറെ ഓവർകം ചെയ്യണം. അപ്പൊ അത് ഏതൊക്കെയാണെന്നുള്ളത്, എയർ ആൻഡ് വാട്ടർ പൊല്യൂഷൻ, പിന്നെ റിഡക്ഷൻ ഇൻ വെജിറ്റേഷൻ, ഇമ്പോർട്ടേഷൻ ഓഫ് ഫുഡ് ആൻഡ് എനർജി ആൻഡ് മെറ്റീരിയൽസ്, കുറെ ഫുഡും എനർജിയും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇമ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. നോയിസ് പൊല്യൂഷൻ, കൂടുതലും സിറ്റിയിലുള്ള ആൾക്കാരായതുകൊണ്ട് ഇതിൽ നിന്ന് വരുന്ന നോയിസ് പൊല്യൂഷൻസ് അല്ലെ, വെഹിക്കിളിൽ നിന്നൊക്കെ വരുന്ന നോയിസ് പൊല്യൂഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യേണ്ടതായിട്ട് വരും. ക്ലൈമറ്റിക് ഇമ്പാക്ട്, അർബൻ ഹീറ്റ് ഐലൻഡ്സ്, അപ്പം ക്ലൈമറ്റ് ഇമ്പാക്ട്, കൂടുതലായിട്ടുള്ള ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതൊക്കെ റെഡ്യൂസ് ചെയ്തിട്ട് കൊണ്ടുവരണം. ഇമ്പാക്ട്സ് ഓൺ സറൗണ്ടിങ് റൂറൽ ഏരിയാസ്, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സറൗണ്ടിങ് ആയിട്ടുള്ള റൂറൽ ഏരിയാസിന് യാതൊരു തരത്തിലുള്ള നെഗറ്റീവ് ഇമ്പാക്ട് ഇല്ലാത്ത തരത്തിലായിരിക്കണം നമ്മൾ അങ്ങനെ ഒരു സസ്റ്റൈനബിൾ സിറ്റി കൺസ്ട്രക്ട് ചെയ്യുന്നത്. Then how can the sustainable city be achieved? Compact urban form, permit higher urban densities through zoning. Example, facilitate vertical rather than horizontal development. എന്ത് ചെയ്യാ, നമ്മളൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെ, ഫെസിലിറ്റേറ്റ് വേർട്ടിക്കൽ റാദർ ദാൻ ഹൊറിസോണ്ടൽ ഡെവലപ്മെന്റ്. ഇങ്ങനെ കൂടുതലും വീതി വിസ്താരത്തിൽ ഇങ്ങനെ ഒരു ലാൻഡ്സ്കേപ്പ് കൂടുതലായിട്ടും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കാത്തതിന് പകരം എന്ത് ചെയ്യുക, നമ്മളിപ്പം ഫ്ലാറ്റ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുന്നത് പോലെ ബിൽഡിംഗ് മുകളിലേക്ക് എടുത്തു പോകുക അല്ലെ, വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ ഫോളോ ചെയ്യുക എന്നുള്ളത്. അതെന്ന് പറയുന്നത് എന്താ, ഒരു നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് അതിൽ നിന്ന് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് അല്ലെ. Set urban growth boundaries. Example, growth management. Urban land consumption very often occurs on the highest quality lands. Example, prime agricultural land. Then use green belts and forbid leapfrog development. അപ്പോൾ ഒരു അർബൻ ബൗണ്ടറീസ് ഒക്കെ സെറ്റ് ചെയ്യുമ്പോൾ, നമ്മുടെ ഇപ്പോൾ ഒരു ബിൽഡിംഗ് എടുക്കുന്ന സമയത്ത് ഒരു ബൗണ്ടറി ഒക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക, നമ്മുടെ ലാൻഡ് കൺസംഷൻസ്, നമ്മൾ യൂസ് ചെയ്യുന്ന ലാൻഡ്സ് എന്ന് പറയുന്നത് അഗ്രികൾച്ചറിനൊക്കെ വേണ്ടിയിട്ടായിട്ട് കൂടുതലായിട്ട് യൂസ് ചെയ്യുക, ഒരു ഗ്രീനിഷ് ആക്കുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യാം. ദെൻ minimize conversion of natural land to urban use. Therefore, stress infill except for some earthquake prone areas. അപ്പം എന്ത് ചെയ്യാം, നമ്മുടെ നാച്ചുറൽ ലാൻഡ്സ് പ്രൊട്ടക്ട് ചെയ്യുക, അതായത് എർത്ത് അങ്ങനെ ഉള്ള ഡിസാസ്റ്റേഴ്സ് ഒക്കെ വരാത്ത രീതിയിലുള്ള ഒരു കൺസ്ട്രക്ഷൻ ആയിരിക്കണം നമ്മൾ ഫോളോ ചെയ്യേണ്ടത് അല്ലെ. നമ്മളിപ്പോ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത്, ഒരു സിറ്റിയിൽ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് അത് കൂടുതലായിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്ട്സ് ഒന്നും നമ്മുടെ ലാൻഡിനെ ഏൽക്കാത്ത രീതിയിലുള്ള തരത്തിലുള്ള കൺസ്ട്രക്ഷൻ ആയിരിക്കണം നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ദെൻ റിട്രോഫിറ്റിംഗ് ആൻഡ് റിനോവേഷൻ ഓഫ് ഓൾഡ് സ്ട്രക്ചേഴ്സ്. പിന്നെ എന്ത് ചെയ്യുക, റിനോവേഷൻ ചെയ്യുക, ഓൾഡ് സ്ട്രക്ചേഴ്സ് ഒക്കെ ഒന്ന് റിനോവേഷൻ ചെയ്യുക എന്നുള്ളത് അല്ലെ. ഗ്രീൻ ബെൽറ്റ്സ് ദാറ്റ് വർക്ക് ബൈ റിഫ്യൂസിങ് ടു പെർമിറ്റ് ലീഫ് ഫ്രോഗ് ഡെവലപ്മെന്റ്. അപ്പൊ ലീഫ് ഫ്രോഗ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഡിസൈൻ കൺസെപ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ആ രീതിയിലുള്ള ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഡിസൈൻ നമ്മൾ ഫോളോ ചെയ്യാന്നുള്ളത്. Then human scale gives priority to the pedestrian അല്ലെ. പെഡസ്ട്രിയൻ എന്ന് പറഞ്ഞാല് വൺ ഹു വാക്സ് അലോങ് വിത്ത് ഫുഡ് അല്ലെ, നമ്മുടെ കാൽനട യാത്രക്കാരൻ, അതാണ് പെഡസ്ട്രിയൻ. അപ്പം എന്ത് ചെയ്യുക, പെഡസ്ട്രിയൻ അങ്ങനെയുള്ള കാൽനട യാത്രക്കാർക്കൊക്കെ പ്രയോറിറ്റി കൊടുക്കുക. റിഡ്യൂസ് ഡിപ്പെൻഡൻസി ഓൺ ഓട്ടോമൊബൈൽസ് ആൻഡ് എൻഹാൻസസ് ദ എസ്തെറ്റിക് അപ്രിസിയേഷൻ ഓഫ് അർബൻ ലൈഫ്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. ദെൻ മിക്സഡ് യൂസസ്, ഇൻക്രീസ് ദി efficiency of human interactions in space, transactional intensity is facilitated, minimizes travel times and commuting times and therefore reduces the waste time and non-renewable resources അല്ലെ. പെട്രോളിയം പോലുള്ള റിന്യൂവബിൾ റിസോഴ്സസ്, നോൺ റിന്യൂവബിൾ റിസോഴ്സസ് ഒക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യാം. അതായത് നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ ഇപ്പൊ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന സ്ഥാപനം നമ്മുടെ വീടിനടുത്ത്, നമ്മൾ താമസിക്കുന്ന റെസിഡൻഷ്യലിന്റെ അടുത്താണെങ്കിൽ എന്തുണ്ടാകും, നമ്മൾ അതിന് വേണ്ടി യാത്ര ചെയ്യുന്നത് കുറവായിരിക്കും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ പെട്രോളിയം ഒക്കെ നമുക്ക് ലാഭിക്കാനായിട്ട് പറ്റും. ഈ പെട്രോളിയം ഒക്കെ കത്തുന്നത് വഴി, ബേൺ ചെയ്യുന്നത് വഴി ഉണ്ടാകുന്ന കുറെ
പൊല്യൂഷൻസ് ഒക്കെ നമ്മളൊക്കെ ഒഴിവാക്കാനായിട്ട് പറ്റും. ഓക്കെ. Then, through zoning, integrate commercial, retail, recreational and residential land uses on individual land parcels. അപ്പോൾ സോണിങ് ചെയ്യാന്ന് പറഞ്ഞാൽ ഓരോ സോണായിട്ട് തിരിക്കുക എന്നുള്ളത്. സോണിങ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? സോണായിട്ട് സെപ്പറേറ്റ് ചെയ്യുക. ഓരോ സോണിങ് വഴി എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കൊമേഴ്ഷ്യൽ ആയിട്ടും റീറ്റെയിൽ ആയിട്ടും റിക്രിയേഷണൽ ആയിട്ടുള്ള അങ്ങനെയുള്ള ലാൻഡ് യൂസിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട്, ഒരു പ്രത്യേക രീതിയിൽ ഫോം ചെയ്തെടുക്കാനായിട്ട്, ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഒരു സസ്റ്റൈനബിൾ സിറ്റി ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നത്. നോൺ പൊല്യൂട്ടിംഗ് ഫോംസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ മിനിമൈസസ് ഇമ്പാക്ട്സ് ഓൺ അർബൻ എയർ ക്വാളിറ്റി. ദെൻ അതെങ്ങനെയാ അർബൻ എയർ ക്വാളിറ്റി നമുക്ക് എങ്ങനെയാ മിനിമൈസ് ചെയ്യാൻ പറ്റുക അല്ലെ? എന്തൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും? അർബൻ എയർ ക്വാളിറ്റി എന്ന് പറയുന്നത് നമുക്ക്, അതായത് കൂടുതലായിട്ട് എയർ പൊല്യൂഷൻ ഇല്ലാതെയാകാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? നമ്മൾ പറഞ്ഞല്ലോ, പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻസ് യൂസ് ചെയ്യുക, പിന്നെ ഇതുപോലുള്ള ഗ്യാസ് എമിഷൻസ് ഉണ്ടാകുന്ന റിന്യൂവബിൾ എനർജി സോഴ്സസ് യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എയർ പൊല്യൂഷൻസ് ഒക്കെ കുറയ്ക്കാനായിട്ട് പറ്റും. ദെൻ അപ്പൊ അത് ആ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ദെൻ പ്രിസർവേഷൻ ഓഫ് ഓപ്പൺ സ്പേസ് ഓർ ഗ്രീൻ സ്പേസ്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? ഓപ്പൺ സ്പേസ് അല്ലെങ്കിൽ ഗ്രീൻ സ്പേസ് പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട്, കൺസേർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പ്രൊവൈഡ് എ സിസ്റ്റം ഓഫ് അർബൻ പാർക്സ്, അല്ലെ? ഒരു അർബൻ പാർക്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. കണക്റ്റഡ് സിസ്റ്റംസ് ഓഫ് ഗ്രീൻ സ്പേസസ്, എക്സ്റ്റൻസീവ് ട്രീസ് ആൻഡ് ലാൻഡ്സ്കേപ്പിംഗ്. ഗ്രീൻ ദ കോൺക്രീറ്റ് ജംഗിൾ. അതിനൊരു എക്സാമ്പിൾ പറയുന്നത് ഫ്ലോറിയ ഈസ് ദ വൺ ഓഫ് ദി ബെസ്റ്റ് എക്സാമ്പിൾ ഇൻ ഇസ്താംബുളിൽ ഒരു കോൺക്രീറ്റ് ജംഗിൾ ഉണ്ട്. അത് ഒരു എക്സാമ്പിൾ പറയുന്ന കേട്ടോ. ദെൻ കണക്ട് ദ ഓപ്പൺ സ്പേസ് സിസ്റ്റം ടു വാട്ടർ. ഓപ്പൺ സ്പേസ് സിസ്റ്റത്തിന് ഇത് വാട്ടർ ആയിട്ട് കണക്ട് ചെയ്യുക. ദെൻ മുനിസിപ്പൽ ലാൻഡ് ബാങ്കിങ്, കൺസർവേഷൻ ഈസ്മെന്റ്സ് ആൻഡ് ലാൻഡ് ട്രസ്റ്റ്, പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ്. അപ്പം അതായത് നമ്മൾ ഓപ്പൺ സ്പേസ് അല്ലെങ്കിൽ ഗ്രീൻ സ്പേസിനെ നമുക്ക് എങ്ങനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്നുള്ളത്. നമ്മുടെ ഓപ്പൺ സ്പേസിന് എന്ത് ചെയ്യുക? നമ്മൾ കൂടുതലായിട്ട് ഒരു അർബൻ പാർക്ക് ഒക്കെ ക്രിയേറ്റ് ചെയ്യുക. പിന്നെ അങ്ങനെയുള്ള ഓപ്പൺ സ്പേസ് വാട്ടറുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിലൊക്കെ ആയിരിക്കണം. ഒക്കെ നമുക്കൊരു സസ്റ്റൈനബിൾ സിറ്റി അങ്ങനെയൊക്കെ നമുക്കൊരു സസ്റ്റൈനബിൾ സിറ്റി ഫോം ചെയ്തെടുക്കാനായിട്ട് പറ്റും. ദെൻ എൻവയോൺമെന്റൽ റീഹാബിലിറ്റേഷൻ, അതിന് പറ്റുന്നത് എന്തൊക്കെയാ? നാച്ചുറലൈസ്, റീപ്ലാന്റ് ലാൻഡ്സ്കേപ്പ്, റീകൺസ്ട്രക്ട് വാട്ടർ സോഴ്സസ് ദാറ്റ് ഹാവ് ബീൻ ബറീഡ്, ദെൻ ക്യാപ് ഓൾ കണ്ടാമിനേറ്റഡ് സൈറ്റ്സ്, ക്ലീൻ അപ്പ് ദ സിറ്റീസ്. അപ്പൊ നമുക്ക് എങ്ങനെയൊക്കെയാണ് നമ്മളെ ഈ വാട്ടർ ഇതുപോലത്തെ നാച്ചുറൽ സോഴ്സസ് നമുക്ക് എങ്ങനെയൊക്കെയാണ് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത്. ദെൻ റിസോഴ്സ് കൺസർവേഷൻ, അത് തന്നെയാണ് പറയുന്നത്. എയർ, വാട്ടർ, സോയിൽ പോലുള്ള റിസോഴ്സസ് നമുക്ക് എങ്ങനെ കൺസർവ് ചെയ്യാൻ പറ്റുന്നു. പ്രൊമോട്ട് വാട്ടർ പ്രൈസിങ് ആൻഡ് വാട്ടർ കൺസർവേഷൻ മെത്തേഡ്സ്. ദെൻ പ്രൊമോട്ട് പബ്ലിക് ട്രാൻസിറ്റ്. ദെൻ റിക്വയർ ആന്റി ഇറോഷൻ ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് or appliances or urban streams embankments. Then minimize consumption of prime agricultural lands etc. അല്ലെങ്കിൽ ദ 3Rs അല്ലെ, നമുക്ക് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് 3Rs ആണ്. റെഡ്യൂസ്, റീയൂസ് ആൻഡ് റീസൈക്കിൾ. ഈ ഒരു പ്രോസസ്സ്, ഈ ഒരു മെത്തേഡ് ഇതൊരു ഫോളോ ചെയ്യുകയാണെങ്കിൽ തന്നെ, 3R കൺസെപ്റ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ നാച്ചുറൽ റിസോഴ്സസ് കൂടുതലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ, കൺസർവ് ചെയ്യാനായിട്ട് പറ്റും, പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പറ്റും അല്ലെ? കൺസംഷൻസ് കുറയ്ക്കാനായിട്ട് പറ്റും. നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ പല രീതിയിൽ പല വേർഡ്സ് ഉപയോഗിച്ച് അത് തന്നെ പിന്നെയും പറയുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ. സസ്റ്റൈനബിൾ അർബനൈസേഷന്റെ അതേ രീതിയിൽ തന്നെയാണ് സസ്റ്റൈനബിൾ സിറ്റി എന്ന് പറയുന്നത്. സസ്റ്റൈനബിൾ അർബനൈസേഷന്റെ അതേ ഒരു ടോപ്പിക് തന്നെയാണ്.